ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗഗനചാരി എന്ന മൂവിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗോകുൽ സുരേഷ് ഗോപി, അനാർക്കലി, ഗണേഷ് കുമാർ, അജു വർഗീസ് എന്നിവരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററും സ്ക്രീൻ പ്ലേയും എല്ലാം തന്നെ അരുൺ ചന്തു ആണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്ക് എന്താ പറയുക, പുള്ളി എടുത്തേക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയിലുള്ളൊരു എഫേർട്ടാണ്. കാരണം മലയാള സിനിമയിലൊരു ഏലിയൻ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏലിയൻ മൂവി കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വൈബ് തന്നെയാണ്. കാരണം അത് സക്സസ്ഫുൾ ആക്കി കാണിക്കുക, അതൊക്കെ തന്നെ ഒരു വലിയൊരു ചലഞ്ചാണ്. പുള്ളി ആ ചലഞ്ച് ഏറ്റെടുത്ത് സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ബുക്ക് മൈ ഷോയിൽ 9.4 അതിൻ്റെ റേറ്റിംഗ്. നല്ല രീതിയിൽ തന്നെ ബുക്കിങ്ങും ഉണ്ട്. ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല രീതിയിൽ തന്നെ ബുക്കിങ്ങും ഉണ്ട്. ഇതിൽ നമുക്ക് ആദ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഗോകുൽ സുരേഷ് ഗോപിയുടെ ആക്ടിങ് കുറച്ച് പല മൂവികളും വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് പുള്ളിയുടെ ഈ മൂവിയിലെ പെർഫോമൻസ്. കാരണം പുള്ളി ചെയ്തിരിക്കുന്ന കുറേ കോമഡി രംഗങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. കാരണം തിയേറ്ററിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒത്തിരി എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു പുള്ളിയുടെ കോമഡി രംഗങ്ങളെല്ലാം. അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് തിയേറ്ററിൽ. പിന്നെ ഇതിൻ്റെ കഥ നമുക്ക് ഏലിയൻ മൂവി ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, കുറച്ച് ക്രഞ്ച് സീനുകളുണ്ട്. റിയൽ ലൈഫിൽ നടക്കാത്ത കുറേ കാര്യങ്ങളാണ് ഈ മൂവിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ഇഷ്ടപ്പെടാതിരിക്കാനും വരാം. കാരണം ഞാൻ മൂവി കണ്ടിറങ്ങിയപ്പോൾ പലരും സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. പലർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രീതിയിൽ കോമഡി എല്ലാം ഇതിൽ വർക്കൗട്ടായി. കാരണം പിന്നെ അവർ പറയുന്ന കാരണം ഞാൻ കേട്ടത്, ഇതുപോലൊരു മൂവി മലയാള സിനിമയിൽ കൊണ്ടുവന്നു അത് പുള്ളീനെ സമ്മതിക്കണം, അങ്ങനെയും പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. കാരണം ഈ കഥ വെച്ചാൽ റിയൽ ലൈഫിൽ നടക്കാത്ത രീതിയിലൊരു കഥ കൊണ്ടുവന്ന് നമ്മളെ കാണിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ചിലപ്പോൾ ഡൈജസ്റ്റ് ആയെന്ന് വരില്ല. അത് ഒരു കാരണം തന്നെയാണ്. പക്ഷേ എൻ്റെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വൺ ടൈം പോയി കാണാവുന്ന ഏറ്റവും നല്ലൊരു മൂവി തന്നെയാണ് ഗഗനചാരി. ഇതിലെ ഗണേഷ് കുമാർ ആകട്ടെ, അജു വർഗീസ് ആകട്ടെ, അനാർക്കലി ആകട്ടെ, ഇവരെല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് ക്രഞ്ച് സീൻ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു മൂവി തന്നെയാണ്. നിങ്ങൾ തന്നെ നോക്കുക, ബുക്ക് മൈ ഷോയിലൊരു 9.4 റേറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നല്ലൊരു മൂവി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെല്ലാവരും പോയി കാണുക. കാരണം നല്ലൊരു കോമഡിയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോയി കാണുക. എന്നുവെച്ചാൽ കോമഡി നിറഞ്ഞിരിക്കുന്ന ഒരു മൂവിയാണ്. ഗോകുൽ സുരേഷിൻ്റെ കോമഡി നല്ല വർക്കൗട്ടായിട്ടുള്ള മൂവി ഇത് തന്നെയെന്ന് പറയാം. ഗണേഷ് കുമാർ എന്നല്ല, ഇവരുടെ 3 പേരുടെയും ഇടയിൽ നിന്ന് നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. കാരണം ഓവറോൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ കഥ നമുക്ക് ഡൈജസ്റ്റ് ആയില്ലെങ്കിലും കോമഡി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് കണ്ടും ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരിക്കാം. ഒരിക്കലും നിങ്ങളുടെ ടിക്കറ്റ്, ഈ പടത്തിന് ടിക്കറ്റിൻ്റെ ഒരു വാല്യൂ എന്തായാലും ഉണ്ട്. ഇത് ഞാൻ മോശമായിട്ട് പറയണതല്ല, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും പോയി കാണുക. ഇത്രയും എനിക്ക് ഈ മൂവിയെക്കുറിച്ച് പറയാനുള്ളത്. ഇത് ഒരു ബാഡായിട്ടുള്ളൊരു മൂവിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കൊള്ളൂരെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. കാരണം നല്ല രീതിയിൽ തന്നെ അവർ എഫേർട്ട് ഇട്ട് അവർ വേറൊരു യൂണിവേഴ്സ് പോലെയൊക്കെയാണ് കാണിക്കാൻ നോക്കിയതും. കുറേ പറയാണ്ടിരിക്കാൻ വയ്യ, കുറേ ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ പോലെ ചില സ്ഥലങ്ങളൊക്കെ തോന്നാം. പക്ഷെ അതെല്ലാം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നമ്മളെ കാണിച്ചിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്ത് റിക്കവറി ആയിട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഏലിയൻ മൂവിയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു പരിമിതിയൊക്കെ ഉണ്ടല്ലോ. ഒരിക്കലും അവതാർ പോലെയോ മാർവൽ മൂവി പോലെയോ ഒന്നും മലയാള സിനിമയിൽ എന്തായാലും കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിലെ പരിമിതിയിൽ നിർത്തി പുള്ളി ഡയറക്ടർ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു റേറ്റിംഗ് ഇതിന് ഞാൻ 9 തന്നെ കൊടുക്കും. കാരണം ഇതൊരു നല്ലൊരു മൂവിയാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഈ മൂവിയെക്കുറിച്ചുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.